സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ളോഗ്. സോ ഞാനൊന്ന് ദുബായിലേക്ക് പോവാട്ടോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. സോ നമ്മളിപ്പോൾ പാക്കിംഗ് പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, കാരണം അവിടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ കുറച്ച് കുക്ക് ചെയ്യുന്ന ഐറ്റംസും പിന്നെ ഈ നമുക്ക് റിലേറ്റീവ്സൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. തരിയുണ്ട, ബിണ്ടി, അങ്ങനത്തെ കുറേ ഐറ്റംസ്, സ്വീറ്റ് ഐറ്റംസും അങ്ങനത്തെ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കുമായിരുന്നു. അമ്മ ഇതിലൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ്, കാരണം അമ്മേൻ്റെ മക്കളൊക്കെ പുറത്താണല്ലോ. അമ്മ ഇതൊക്കെ നല്ല വൃത്തിക്ക് റെഡിയാക്കി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കൂടി ട്രോളിയിൽ എടുത്തു വെച്ചു, പക്ഷെ പിന്നെ നമ്മളെ മൈൻഡ് മാറ്റിയിട്ട് അതൊരു പെട്ടിയിലേക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടീൻ്റെ മേലെ ദേവിക പ്രകാശ് എന്നൊക്കെ എഴുതി. ഇതുവരെ ഞാൻ അച്ഛനും അമ്മേനൊന്നും അങ്ങനെ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. ഈ ഒരു വ്ളോഗിൽ കുറച്ച് കാണിക്കുന്നുണ്ട്. സോ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു വ്ളോഗിൽ. വൈകുന്നേരം 7:50 ഫ്ലൈറ്റിനാണ് ഞാൻ പോകുന്നത്. സോ എൻ്റെ വീട്ടിൽ നിന്നും അമ്മയും ഏട്ടനും അച്ഛനും അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഞങ്ങളുടെ കൂടെ എയർപോർട്ടിലേക്കും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 5 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെത്തിയപ്പോൾ അവിടെ എൻ്റെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നന്ദനയും കൃഷ്ണപ്രിയയും. സോ അവരെയൊക്കെ മീറ്റ് ചെയ്തു. പിന്നെ മാമനും മാമിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ വരാൻ പറ്റിയിട്ടില്ല, അപ്പോൾ അവർ നേരെ എയർപോർട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ വേറെ 2 ആൾക്കാരുണ്ട്, തനവും പിന്നെ ദിലീഷ് ഏട്ടനും. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രദറും ബ്രദറിൻ്റെ മോനും. നമ്മൾ 3 പേരും അധികം പരിചയമൊന്നുമില്ല, ജസ്റ്റ് ഒരിക്കൽ കണ്ടൊരു പരിചയമുള്ളൂ. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റ് ജേണിയോടുകൂടി നമ്മൾ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി നമ്മളുള്ളിലേക്ക് കയറി. പിന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ഗേറ്റിലേക്ക് പോയി. 4th ഗേറ്റിലായിരുന്നു നമ്മൾ ഇരിക്കേണ്ടിയിരുന്നത്. അവിടെ പോയ സമയത്ത് ഏട്ടൻ നമ്മളെ ലോഞ്ചിലേക്കൊക്കെ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു തന്നു. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇതെന്ത് ടൈപ്പ് ഡാൻസാ? ഡിഗു.
ഇത് ഫ്ലേവർ പറയാ ഇത് ഇന്ന് ഇത് മൊത്തം ഒരേ ഫ്ലേവറാടാ. അതേ അല്ല വേറെയാ. പിന്നെ രണ്ടും എടുത്താൽ രണ്ടും വേറെ. നല്ല രസമുണ്ടടാ. നല്ല രസമുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മളിതാ ഇറങ്ങിയിട്ടുണ്ട്. ആൻഡ് ആസ് ഐ ഓൾറെഡി സെഡ് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. ഞാൻ ഇത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് അധികം വിഷ്വൽസ് ഒന്നും മേലെ നിന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. ബട്ട് ഈ ലൈറ്റ്സിൻ്റെ ആ ഒരു ഇത് കാണാമെന്നല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. ആ ഒരു ഇതുണ്ടായിരുന്നു. ബട്ട് ഓക്കെ, നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും കയറാമല്ലോ രാവിലെകളിൽ. സോ ദെൻ കാണാമെന്ന് വിചാരിച്ചു. ആൻഡ് നമ്മൾ പോകുന്നുണ്ടായിരുന്ന ഫ്ലൈറ്റ് എക്സ്പ്രസ് ആണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും നമ്മളെ ഡെസ്റ്റിനേഷൻ ദുബായ് ആണ്. ബട്ട് ഫ്ലൈറ്റ് ആക്ച്വലി കണ്ണൂർ ടു ഷാർജ ഫ്ലൈറ്റാണ്. ഷാർജ ഇറങ്ങിയിട്ടാണ് നമുക്ക് അവിടെ നിന്ന് പോകണം. ആൻഡ് അവിടെ കൂട്ടാൻ എൻ്റെ ഹസ്ബൻഡ് വരും, നിക്കുവേട്ടൻ വരും. नमस्कार, एयर इंडिया एक्सप्रेस की उड़ान है 741 जो कन्नौज से शारजा जारी फ्लाइट का आपका और स्ट्रैप को खींच कर उसे कस लें। बिल खोलने के लिए स्लैब को उठाएं और दोनों सिरे को अलग करें। कैबिन में हवा का दबाव कम होने पर ऊपर बने पैनल से ऑक्सीजन मास्क अपने आप नीचे आ जाएगा। ऑक्सीजन मास्क को अपनी ओर खींचे, नाकों पर बांध लें। लाइट जैकेट को लाल टॉवल खींचकर विमान से उतरने के तुरंत पहले बुलाएं। इसे ऊपर बने लाल टॉवल से मुंह से हवा भरकर भी जैकेट खुला सकते हैं। बच्चों के लिए टॉवल कीजिए। अगर आप वॉमिटिंग का इस्तेमाल कर रहे हैं तो चलिए लाइट जैकेट को उतरने के बाद ही बुलाएं। हर जैकेट അങ്ങനെ ഫൈനലി ഞാനിതാ ഷാർജ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിരിക്കുന്നു ഗൈസ്. എനിക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ലോണം എല്ലാം ശ്രദ്ധിച്ച് കണ്ട് ആസ്വദിച്ചിട്ട് തന്നെയാണ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊരു തലക്കൊരു ഘനമുള്ള പോലെ ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലാൻഡിങ് ഒക്കെ സ്മൂത്തായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. പിന്നെ എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ കിട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഫ്ലൈറ്റ് ഒരു ഹാഫ് ആൻ അവർ നേരത്തെ ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ നിക്കോട്ടൻ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഗേജസൊക്കെ ഉള്ളിലേക്കൊക്കെ എടുത്ത് വെച്ച് റൂമിലേക്ക് പോയി. ഏട്ടൻ്റെ റൂമിലേക്കാണ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഏട്ടനും ഏച്ചിയും യുവികയൊക്കെ. സോ ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വ്ളോഗിനെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. സോ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.